നമ്മുടെ പൊന്നൂന് എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്യൂഷനൊക്കെ വളരെ താമസിച്ച് പോകാറുള്ള അവളെ വിളിക്കാനായിട്ട്. അങ്ങനെ എന്നെ കണ്ട സന്തോഷത്തിൽ ഫ്രണ്ട്സിനൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഓടി വരികയാണ്. വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് കേട്ടോ. അപ്പോൾ വീട്ടിലാണെങ്കിൽ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോണ വഴിക്ക് തന്നെ ഒരു കടയിൽ കയറി ബ്രെഡും പാലും മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോഴാണ് അവിടെ സിപ്പപ്പ് ഇരിക്കുന്നത്. സിപ്പപ്പ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ മാങ്ങോയുടെ ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് വിശപ്പൊക്കെ മാറ്റണമെങ്കിൽ ഈ ഒരു സാധനം വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് വെച്ച് ഞാനും പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. എന്തെന്നല്ലേ നിങ്ങൾ കണ്ടു നോക്കട്ടെ എന്താണെന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. ആ 2 മുട്ടയും അതിൽ കുറച്ച് പാലും കൂടെ ഒഴിക്കുന്നുണ്ട്. പാലും ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് മെൽറ്റായി വരുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. നമ്മളൊരു വിസ്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബീറ്റായി വരും. പക്ഷേ എൻ്റെ കയ്യിൽ വിസ്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം കേട്ടോ. നല്ല രീതിയിൽ പതഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ അത് റെഡിയായി. അടുത്ത് നമുക്കൊരു അടുപ്പിലോട്ട് എന്താണ് ഒരു പാൻ വെക്കുന്നത്. എൻ്റെ പാനൊക്കെ അങ്ങ് ചീത്തയായി തുടങ്ങി കേട്ടോ. അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഒക്കെ പോയി. ഇനി പുതിയത് എന്തായാലും ഒരെണ്ണം വാങ്ങണം. അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിക്കണം. നെയ്യ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നെയ്യൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസസിൽ മുക്കി നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് മുക്കി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ബ്രെഡ് ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് കുറച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടേത് ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് ഇനി അടുത്ത സൈഡും കൂടെ വേകാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഒന്ന് കരിഞ്ഞ പോലെയൊക്കെ തോന്നും കാണുമ്പോൾ, പക്ഷെ കരിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു മുട്ടയൊക്കെ ഒന്ന് വേകുമ്പോൾ ഉള്ള ഒരു കളർ ചേഞ്ച് ആവുന്നതാണ്. പിന്നെ ഞാൻ ആ സൈഡിലോട്ടൊക്കെ നെയ്യൊക്കെ കുറച്ചും കൂട്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാനൊക്കെ ചരിച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബ്രെഡൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ. എത്ര ഡ്രൈ ആയിട്ടുള്ള ബ്രെഡാണെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആവും, പെട്ടെന്ന് സോഫ്റ്റ് ആവും. അങ്ങനെ പൊന്നൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇത്. അപ്പം ഇതും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും അവളെ വിശപ്പൊക്കെ മാറും. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.